ഹലോ, നമുക്ക് ഈസി ആയിട്ട് ഒരു റെസിപ്പി നോക്കാമേ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. ഒരാഴ്ചയിൽ കൂടുതലായിട്ട് നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കായം പൊടിയോ കട്ടയോ എടുക്കാം. ആവശ്യത്തിനുള്ള ഇഞ്ചി. ഇത്ര തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് എടുക്കുക. ആവശ്യത്തിന് ഒരു നാരങ്ങയുടെ വലിയൊരു നാരങ്ങയുടെ അത്ര വലിപ്പമുള്ള പുളി എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങയും മറ്റ് ഇൻഗ്രീഡിയൻസും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് പുളിവെള്ളം, നല്ല പുളിവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ, ഇച്ചിരി തരിതരിപ്പോടെ വേണമെങ്കിൽ അങ്ങനെ, അതായത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടി ആ ഒരു സമയം കുറച്ച് കളറിന് വേണ്ടിയിട്ട്, ഇത് ഒരു മഞ്ഞ കളറായിട്ടാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും വറ്റൽമുളകൊക്കെ ചേർത്ത് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ കൂടി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനേ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. വെള്ളം ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, നിങ്ങൾക്കിപ്പോൾ 2 ദിവസത്തേക്ക് ആണെങ്കിൽ ഉപയോഗിക്കാനാണെങ്കിൽ അങ്ങനെ അത്രയും വറ്റിച്ചെടുക്കണ്ട. മറ്റേ വെള്ളം പൊട്ടി തെറിച്ച് പോകും കേട്ടോ. കണ്ടോ, ഈ ഒരു പ്രശ്നം മാത്രമേ ഈ കറി വെക്കാൻ നേരത്തിനുള്ളൂ. അതൊരു അടപ്പ് വെച്ച് അങ്ങ് അടച്ച് വെച്ചാലും മതി കേട്ടോ. ഞാൻ പിന്നെ കംപ്ലീറ്റ് വെള്ളം പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ആകെ ഈ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ കറി സൂപ്പർവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അപ്പോൾ ബൈ.